ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇതെന്താണെന്ന് നോക്കി, നല്ല പഴുത്ത പപ്പായയാണ്. ഇത് ഇവിടെ വീട്ടിലുണ്ടായ പപ്പായയാണ്. യാതൊരുവിധ വിഷാംശങ്ങളും ഇല്ലാത്ത തനി നാടൻ പപ്പായ, ജൈവവളത്തിലുണ്ടായ പപ്പായയാണ് ഇത്. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നല്ലേ, അതിങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ വേണേൽ കഴിക്കാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നല്ല ചൂടാണ്, ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ ഒരു ജ്യൂസ് അടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പപ്പായ ജ്യൂസാണ്. അപ്പം ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വെറൈറ്റി മോഡലുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ജ്യൂസ് റെഡിയാക്കാനായിട്ട് പോകുന്നതെന്ന് എൻ്റെ കൂട്ടുകാർക്കും കൂടെ കാണിച്ചു തരാം. അപ്പം എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ്, ഇത് മൊത്തത്തിൽ വേണ്ട, ഓരോരുടെ ആവശ്യത്തിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം അനുസരിച്ചൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പം ഞാനിത് ഒരു മുറി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. അതിന് ശേഷം ഞാൻ ബാക്കി സ്റ്റെപ്പുകൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, പപ്പായ ഇവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് അല്പം പാല് ഒഴിച്ചു കൊടുക്കണം, ആവശ്യത്തിന് പഞ്ചസാര ഇടണം. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2.5 സ്പൂണ് പഞ്ചസാര ഞാൻ ഇടുന്നുള്ളൂ. കാരണം പപ്പായ അത്യാവശ്യം മധുരമുണ്ട്, പിന്നെ ഒരുപാട് മധുരം എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മധുരമാണ് യൂസ് ചെയ്യുക. അപ്പം ഒരു 2.5 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പാല് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ പപ്പായ ജ്യൂസിന് ആവശ്യമായിട്ടുള്ളത് ഇത് കണ്ടോ, ടാങ്കാണ്. അത് മാംഗോയുടെ ടാങ്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1 സ്പൂൺ ടാങ്കിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ കണ്ടല്ലോ, 1 സ്പൂൺ മാംഗോയുടെ ടാങ്ക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം പാല് ഒഴിച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുത്തു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്രയും പാല് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, 1 മുറി ലെമൺ, 1 മുറി നാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ഒരു ചെറിയ പുളിയും ഒരു മധുരവും ഒക്കെ കൂടെ ആകുമ്പോഴത്തേന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിടെ ഈ കൊടും ചൂടിനെ പ്രതിരോധിക്കാനും നമ്മുടെ ശരീരത്തിന് പപ്പായയുടെ ഗുണങ്ങൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പപ്പായ എങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഓരോരുത്തർക്ക് കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ അത് ബിസിനസ്സിനായിട്ട് ഉണ്ടാക്കുമ്പം പപ്പായൊക്കെ കേടുവന്ന് പോകാതിരിക്കാൻ മരുന്നൊക്കെ തളിക്കാറുണ്ടാവും. അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പപ്പായ നട്ട് വളർത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതിന് വളമോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ ഇഷ്ടം പോലെ പപ്പായ നമുക്ക് എന്തു ചെയ്യും, കിട്ടും. അത് പഴുപ്പിച്ചായാലും തോരൻ വെച്ചും ഒക്കെ കഴിക്കാനും കറി വെച്ച് കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കൊണ്ടുള്ള ഒരു വെറൈറ്റി കറി ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ജോളി റെജി സൂപ്പർ വ്ളോഗ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതിനകത്ത് നമ്മൾ പപ്പായ കൊണ്ടുള്ള പല തരത്തിലുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക കേട്ടോ. അപ്പോൾ 1 മുറി നാരങ്ങ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ തണുത്ത വെള്ളം, ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്, അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട്
നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് നല്ല തണുത്ത വെള്ളമാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തതാണ്. അതാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്ര മതിയാവും. ഇതിനി എന്ത് ചെയ്യാം, നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ നല്ലപോലൊക്കെ കറക്കി ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ട് വരട്ടെ കേട്ടോ. നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അവരവരുടെ ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നന്നായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. കണ്ടോ, പകുതി പപ്പായ ഒഴിച്ചപ്പോൾ തന്നെ ഒരു 4 ഗ്ലാസ്സോളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കുടിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, മാംഗോയുടെയും പപ്പായയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അടുത്ത ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. നമ്മുടെ ജോളി റെജി സൂപ്പർ വ്ളോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ എന്ത് ചെയ്യുക, ഈ പപ്പായ കൊണ്ട് വെറൈറ്റി ഐറ്റംസ് ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ.